വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെത്തിയാണ് പുറമേരി സ്വദേശി ഷെജിലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തു നിന്നെത്തിയ ഷെജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് ഇന്ന് രാവിലെ പിടികൂടുകയായിരുന്നു. പ്രതിയുമായി സംഘം വടകരയിലേക്ക് പുറപ്പെട്ടു. പേടിച്ചിട്ടാണ് കീഴടങ്ങാതിരുന്നതെന്ന് ഷെജിൽ പറഞ്ഞു. ഷിത ജഗത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷിത, പ്രതി പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് കീഴടങ്ങാതിരുന്നത് എന്ന്. എന്നാൽ ഈ ദൃശാനയെ കോമയിലാവുകയും അതോടൊപ്പം തന്നെ ദൃശാനയുടെ മുത്തശ്ശി മരിക്കുകയും ചെയ്തു. 1 വർഷത്തിലധികമായി ദൃശാന ആ കുട്ടി കോമയിലാണ്. അതിനു പിന്നാലെയും മനുഷ്യത്വരഹിതമായ നിരവധി കാര്യങ്ങൾ ഷെജിലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒടുവിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. എപ്പോഴേക്ക് കോഴിക്കോടേക്ക് എത്തും? സ്നേഹ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വാഹനാപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഇങ്ങനെ ഒളിച്ചോടുകയല്ല പതിവ്. ഇതൊരു കുഞ്ഞിനെയും അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന മുത്തശ്ശിയെയും ഇടിച്ചിട്ടു. ആ മുത്തശ്ശി മരിക്കുകയാണ്. പിന്നീട് ഈ കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 1 വർഷമാകുന്നു ആ കുഞ്ഞ് അബോധാവസ്ഥയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. കളിച്ചു നടന്നിരുന്ന ഒരു കുട്ടിയാണ്, 9 വയസ്സുകാരിയാണ്. പെട്ടെന്ന് ആ അപകടത്തെ തുടർന്ന് ആ കുഞ്ഞ് ഇന്ന് വരെ ഒരു ചിരിക്കുകയോ ആളുകളെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇയാളാകട്ടെ ഈ സംഭവം നടന്നു കഴിഞ്ഞ് വാഹനം അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹനം അറ്റകുറ്റപ്പണി നടത്തുക മാത്രമല്ല, ഇൻഷുറൻസ് തുക വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുക കൂടി ചെയ്തു. ഈ അപകടത്തെ തുടർന്നുണ്ടായ വാഹനത്തിനുണ്ടായ തകരാറുകൾ ഈ ഷെജിൽ പറഞ്ഞതാകട്ടെ തൻ്റെ വാഹനം മതിലിനിടിച്ചതിനെ തുടർന്നാണ് വാഹനത്തിന് കേടുപാടുകൾ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് തുക വരെ കയ്യിൽ വാങ്ങുകയും ചെയ്ത ഒരാളാണ് ഷെജിൽ. പിന്നീട് വിദേശത്തേക്ക് കടന്നു. ഒരുപക്ഷെ ഷെജിൽ ഇതിനുള്ളിൽ തന്നെ ഈ ദൃശാനയുടെ വാർത്ത പല കുറി അറിഞ്ഞിട്ടുണ്ടാകും. കാരണം അവളുടെ ആ സങ്കടകരമായ വാർത്ത നമ്മൾ ഉൾപ്പെടെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ഇങ്ങോട്ട് തിരിച്ചു വരാനോ മറ്റൊന്നിനോ തയ്യാറായിരുന്നില്ല ഷെജിൽ. ഷെജിൽ ഇപ്പോൾ പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. അങ്ങനെ പേടിച്ച ഒരാൾ ഇൻഷുറൻസ് തുക വാങ്ങി കയ്യിൽ വെക്കുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും ഷെജിലിനെ ആദ്യം വടകര പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ അതിലൊരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. ഏതാണ് വാഹനം എന്ന് കണ്ടെത്താനായിട്ടില്ല. അതിനെ തുടർന്ന് മാധ്യമ വാർത്തകളെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. അവർ കുറേ വാഹനങ്ങൾ പരിശോധിച്ചു, വർക്ക്ഷോപ്പുകൾ പരിശോധിച്ചു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ ഷെജിൽ പുറമേരി സ്വദേശി ഷെജിലിന്റെ കാറാണ് ദൃശാനയും മുത്തശ്ശിയും ഇടിച്ചിട്ടതെന്ന് കണ്ടെത്തുകയും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഷെജിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഷെജിലാകട്ടെ നാട്ടിലേക്ക് വരാതെ ഇരിക്കുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെത്തി ഷെജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്.